കോവിഡ് കാലത്തെ അടിയന്തര സാഹചര്യത്തിൽ PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന വ്യാജാരോപണം വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും. 2020 ലോകം കണ്ട അസാധാരണ സാഹചര്യത്തിൽ ഡോക്ടർ മുതൽ സ്വീപ്പർ വരെയുള്ളവരുടെ ജീവൻ വെച്ച് പന്താടാതിരിക്കാൻ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടിയാണ് ഇപ്പോൾ വിവാദമാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. ലോകമാകെ കോവിഡ് വ്യാപനം ശക്തമായപ്പോൾ 2020 മാർച്ച് ഏപ്രിൽ നല്ല PPE കിറ്റിന് ദൗർലഭ്യം നേരിട്ടു. അവസരം മുതലാക്കി കമ്പനികൾ വില കുത്തനെ കൂട്ടുകയും ചെയ്തു. KMSCLന് സ്ഥിരമായി മെഡിക്കൽ ഉപകരണം വിതരണം ചെയ്യുന്ന വിശ്വസനീയമായ കമ്പനികളിൽ നിന്ന് മാത്രമാണ് അന്ന് ടെൻഡർ സ്വീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അടങ്ങുന്ന കോർ കമ്മിറ്റി നിലവാരമുള്ളവ വാങ്ങാൻ തീരുമാനിച്ചു. ജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ജീവൻ രക്ഷിക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ് ഇന്ന് കുറ്റപ്പെടുത്താൻ മത്സരിക്കുന്നത്. കോവിഡ് മരണം കുറയ്ക്കുന്നതിൽ അമേരിക്കയ്ക്കും മുന്നിലായിരുന്നു കേരളത്തിൻ്റെ സ്ഥാനം. ആ നേട്ടത്തെ ഇകഴ്ത്താനാണ് ഇന്ന് CIGയെ കൂട്ടുപിടിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ഭരണഘടനാ സ്ഥാപനത്തെയും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ തല്ലാനും തകർക്കുവാനുമുള്ള വടിയായി കേന്ദ്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വസ്തുത അവിടെ നിൽക്കട്ടെ. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനെടുത്ത നടപടിയെ എത്ര നീചമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. PPE കിറ്റുകൾ വാങ്ങിയതിൽ 10.23 കോടി രൂപയുടെ അധിക ചിലവുണ്ടായി എന്നാണ് കണ്ടെത്തൽ. എങ്ങനെയാണ് ഈ കണ്ടെത്തൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കോവിഡ് ലോകത്തൊരിടത്തുമില്ലാതിരുന്ന സമയത്ത് PPE കിറ്റുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾക്കുള്ളിലും ICUകളിലും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് കോവിഡ് കാലത്ത് വാങ്ങി എന്നതാണ് കുറ്റം. സർക്കാർ സ്ഥാപനമായ KMSCLന് കോവിഡിന് മുൻപ് നിശ്ചയിച്ചു കൊടുത്ത വില 545 രൂപ എന്നതായിരുന്നു. ആ നിരക്കുമായി താരതമ്യപ്പെടുത്തിയാണ് അധിക ചിലവ് CIG നിർണയിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് നടന്ന മറ്റൊരു സംഭവം എല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിലെ COVID-19 RT-PCR പരിശോധനാ നിരക്ക് സംസ്ഥാന സർക്കാർ 1500 രൂപയായി നിജപ്പെടുത്തിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ 1700 രൂപയാക്കി കൂട്ടി. ടെസ്റ്റിൻ്റെ സമയത്ത് ജീവനക്കാർ ധരിക്കുന്ന എല്ലാ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും, സ്വാബിൻ്റെ ചാർജുകളും, ടെസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സാധനങ്ങളുടെയും വില വിപണിയിൽ കൂടിയതിനെ തുടർന്ന് അക്കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് സ്വകാര്യ ലാബ് ഉടമകൾ അന്ന് നിരക്കുയർത്തുവാനുള്ള അനുമതി നേടിയത്. കോവിഡ് കാലത്ത് ഇത്തരം സാധനങ്ങൾക്ക് വിപണിയിൽ ദൗർലഭ്യം നേരിട്ടപ്പോൾ വില കൂടി എന്നത് കോടതി പോലും അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്. അതാണിപ്പോൾ പുതിയ കാര്യമെന്ന നിലയിൽ ഒരു കൂട്ടം മാപ്രകളും സതീശനും സംഘവും അവതരിപ്പിക്കുന്നത്. ആവശ്യമാണ് വസ്തുവിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതെന്ന അടിസ്ഥാന തത്വം പോലും CIG ഇവിടെ പരിഗണിച്ചിട്ടില്ല എന്ന് വ്യക്തം. 2020 കോവിഡിൻ്റെ തുടക്കകാലത്ത് PPE കിറ്റ്, മാസ്ക്, ഓക്സിജൻ എന്നിവയൊന്നും അത്യാവശ്യത്തിന് പോലും ഉണ്ടായിരുന്നില്ല. ആവശ്യക്കാരാകട്ടെ കൂടുതലും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷ പ്രഥമ കർത്തവ്യമായി എടുത്ത സർക്കാർ കിട്ടിയ വിലയ്ക്ക് വാങ്ങുക സ്വാഭാവികം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഡോക്ടർമാർക്ക് പോലും PPE കിറ്റ് കിട്ടിയിരുന്നില്ല. അതിനാൽ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെ ജനങ്ങളുടെ ശ്വാസം മുട്ടി മരണവും കൂട്ടസംസ്കാരവും മൃതദേഹങ്ങൾ നദിയിലൊഴുക്കലും ഒന്നും ഇവിടെ ഉണ്ടായില്ല. കിറ്റക്സ് ഗാർമെൻറ്റ്സിൽ നിന്ന് 2 വിലയ്ക്ക് PPE കിറ്റ് വാങ്ങി എന്നതാണ് മറ്റൊരു ആരോപണം. ഇത് 2 സ്പെസിഫിക്കേഷനിലുള്ള കിറ്റാണെന്നും മഹാമാരി സമയത്ത് അത് വേണ്ടിവരുമെന്നും CIG കണക്കിലെടുത്തതേയില്ല. 550 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കമ്പനിയോട് വാങ്ങിയില്ല എന്നതാണ് വേറൊരു ആരോപണം. ഈ സ്ഥാപനത്തിന് 25,000 യൂണിറ്റ് കിറ്റിന് ഓർഡർ നൽകിയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും പാതി പോലും നൽകിയില്ല. കൊടുങ്കാറ്റ് പോലെ പടരുന്ന മഹാമാരിയുടെ സമയത്ത് ഇവരെ കാത്തിരിക്കണമെന്നതായിരുന്നു CIGയുടെ വാദം. ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ് അതിനുത്തരം. പതിവ് പോലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിനെതിരെ കെട്ടിപ്പൊക്കിയ ഈ ആരോപണങ്ങൾക്കും അല്പായുസ് മാത്രമേ ഉണ്ടാകൂ.